കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ടികോമിന് നൽകിയ ഭൂമി തിരിച്ചുപിടിക്കാൻ മന്ത്രിസഭാ തീരുമാനം. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള ടികോം കമ്പനിയുടെ ആവശ്യപ്രകാരമാണ് നടപടി. ഇതുപ്രകാരം 246 ഏക്കർ ഭൂമിയാണ് തിരിച്ചുപിടിക്കുന്നത്. സർക്കാരും ദുബായ് കമ്പനിയും പരസ്പര ധാരണയോടെ പിന്മാറ്റം നയം രൂപീകരിക്കും. ടികോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ കമ്മിറ്റിയെയും നിയോഗിച്ചു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് കൊച്ചി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തീരുമാനങ്ങൾ ഉണ്ടായത്. ടികോമിന് നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെ നയരൂപീകരണം എടുക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി രൂപീകരിച്ചു. നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് സ്വതന്ത്ര ഇവാലുവേറ്ററെ നിയോഗിക്കും. ഇത് സംബന്ധിച്ച ശുപാർശ സമർപ്പിക്കുന്നതിന് IT മിഷൻ ഡയറക്ടർ, ഇൻഫോപാർക്ക് CEO, OKAH കേരള റൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ്, അതായത് MD ഡോക്ടർ ബാജു ജോർജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ചർച്ചകൾ തുടങ്ങിയത്. VS സർക്കാരിന്റെ കാലത്ത് ടികോമുമായി കാക്കനാട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കരാർ ഒപ്പിട്ടിരുന്നു. 10 വർഷം കൊണ്ട് 90,000 പേർക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അതിന്റെ 1/3 പോലും തൊഴിൽ കൊടുക്കാനായില്ല. തിരിച്ചെടുക്കുന്ന ഭൂമി മറ്റ് വികസന ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അറിയിച്ചു. കേരളത്തിലേറെ രാഷ്ട്രീയ വിവാദമായി മാറിയ പദ്ധതിയാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി. ടികോം പിന്മാറുന്നതോടെ പദ്ധതി പാതി വഴിയിൽ അവസാനിക്കുകയാണ്. പ്രതിപക്ഷം റിയൽ എസ്റ്റേറ്റ് കച്ചവടം ആരോപിച്ചതടക്കം വിവാദങ്ങളായി മാറിയിരുന്നു. 2005 ധാരണാപത്രം ഒപ്പിട്ടതോടെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നു. ഇതോടെ വൻ രാഷ്ട്രീയ വിവാദമായി മാറി. പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു VSന്റെ നിലപാട്. പിന്നീട് അധികാരത്തിൽ വന്ന VS സർക്കാർ പദ്ധതി കരാറിൽ ഒപ്പുവെച്ചു. UDF സർക്കാരിന്റെ കാലത്ത് വാഗ്ദാനം ചെയ്തതിനേക്കാൾ 10 മടങ്ങ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചും സ്വതന്ത്ര അവകാശം നൽകുന്ന ഭൂമി കുറച്ചും അതിൽ തന്നെ കർശന വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചുമാണ് കരാർ ഒപ്പുവെച്ചത്. VS സർക്കാരിന്റെ 1ാം വാർഷിക ദിനത്തിലായിരുന്നു കരാർ ഒപ്പുവെച്ചത്. എന്നാൽ ടികോം പദ്ധതിയെ പിന്നോട്ടടിച്ചു. വലിയ പ്രതീക്ഷയോടെ വന്ന വിദേശ നിക്ഷേപ പദ്ധതി എങ്ങും എത്താതെ അവസാനിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ ടികോം പിന്മാറുമ്പോൾ IT വ്യവസായമല്ല, മറിച്ച് റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരുന്നു ടികോമിന്റെ താൽപ്പര്യമെന്ന ആക്ഷേപത്തിന് ബലം നൽകുന്നത്. എന്തായാലും വളരെയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത്. എന്തായാലും ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വലിയ വിവാദങ്ങൾ തന്നെ തുടക്കത്തിൽ സൃഷ്ടിച്ചിരുന്നു.